ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഉത്തരം ചിക്കമംഗളൂരു, കർണാടക. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ചിക്കമംഗളൂരു, കർണാടക. അടുത്ത ചോദ്യം, ജനപദം എന്ന വാക്കിനർത്ഥം. ജനപദം എന്ന വാക്കിനർത്ഥം. ഉത്തരം ജനം അധിവസിച്ച സ്ഥലം. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. അടുത്ത ചോദ്യം, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ഉത്തരം കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഭാഭാബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ചിക്കമംഗളൂരു, കർണാടക. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. അടുത്ത ചോദ്യം, റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം. ഉത്തരം മരുഭൂമി. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. അടുത്ത ചോദ്യം, റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഗുജറാത്ത്. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. റാൻ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. റാൻ എന്ന ഗുജറാത്തി വാക്കിനർത്ഥം മരുഭൂമി. റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഉത്തരം കരേവ. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക. അടുത്ത ചോദ്യം, പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഉത്തരം പോർച്ചുഗീസുകാർ. ആരാണ് പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക. പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഉത്തരം ധാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ധാർ മരുഭൂമി. അടുത്ത ചോദ്യം, ഒട്ടകസവാരിക്ക് പ്രസിദ്ധമായ സംസ്ഥാനം. ഒട്ടകസവാരിക്ക് പ്രസിദ്ധമായ സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ഒട്ടകസവാരിക്ക് പ്രസിദ്ധമായ സംസ്ഥാനം രാജസ്ഥാൻ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ധാർ മരുഭൂമി. ഒട്ടകസവാരിക്ക് പ്രസിദ്ധമായ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഉത്തരം സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു നദീതട സംസ്കാരം. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ. ഉത്തരം നഗരാസൂത്രണവും ഇഷ്ടിക കൊണ്ടുള്ള ധാന്യപ്പുരയും. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നഗരാസൂത്രണവും ഇഷ്ടിക കൊണ്ടുള്ള ധാന്യപ്പുരയും. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്നത് മറ്റൊരു പേര് സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ നഗരാസൂത്രണവും ഇഷ്ടിക കൊണ്ടുള്ള ധാന്യപ്പുരയും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ SCERTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്